ഹലോ, നമ്മൾ സെവൻത്തിലെ സെക്കൻഡ് ചാപ്റ്ററായ ഭിന്നസംഖ്യകൾ എന്ന പാഠത്തിലെ പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 24 ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് ചെയ്തു തുടങ്ങുന്നത്. 1/4 കിലോഗ്രാം വീതം ഭാരമുള്ള 2 കഷ്ണം മത്തങ്ങയുടെ ആകെ ഭാരം എത്ര കിലോ? അതുപോലെ തന്നെ 4 കഷണങ്ങളുടെയും 6 കഷണങ്ങളുടെയും നമുക്ക് കണക്കാക്കേണ്ടതുണ്ട്. സോ നമുക്ക് പ്രവർത്തനത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത് 1/4 കിലോഗ്രാം എന്നാണ്. 1/4 കിലോഗ്രാം എന്താണെന്ന് ആദ്യം അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യനെ കൃത്യമായിട്ട് സമീപിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 1/4 എന്നുള്ളതാണ് 1/4 കിലോഗ്രാം. 1/4 അതായത് 4 ഭാഗങ്ങളിൽ ഒരെണ്ണം, 4 ഭാഗങ്ങളിൽ ഒരെണ്ണം എന്നുള്ളതാണ് 1/4 കിലോഗ്രാം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഈ തരത്തിലുള്ള 2 മത്തങ്ങയുടെ, അതായത് ഇത്തരത്തിലുള്ള 2 മത്തങ്ങയുടെ ആകെ ഭാരം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. 1/4 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടും. ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ട്, അതായത് അംശവും ഛേദവുമുണ്ട്. നമ്മൾ 1/4 എന്നതിനെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ അതിൻ്റെ ന്യൂമറേറ്ററും തമ്മിലാണ് ഗുണിക്കുന്നത്. ഇവിടെ താഴെ ഒന്നും ഇല്ലാത്തതിനാൽ തന്നെ നമുക്ക് അവിടെ ഗുണിക്കേണ്ട ആവശ്യമില്ല. അതായത് 1 ഇൻറ്റു 2 എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഒരു ശൂന്യമാണ്, ഇവിടെ ഒന്നുമില്ല, ഒരു സംഖ്യ പോലും ഇല്ല. 1 ഇൻറ്റു 2 എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. 4 അങ്ങനെ തന്നെ എടുത്തെഴുതുന്നു. 2/4 എന്നുള്ളതാണ് നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത്. സോ 2/4-ൽ 2-നെയും 4-നെയും പൊതുവായിട്ട് ഹരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും സംഖ്യകളുണ്ടെങ്കിൽ അവയെ കൊണ്ട് നമുക്കിതിനെ ചെറുതാക്കാം, ലഘൂകരിക്കാം. ഇങ്ങനെ ഇതേ ടേം തന്നെ എഴുതുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും ഇതിനെ ഏറ്റവും ലഘൂകരിച്ച രൂപത്തിലാണ് നമ്മൾ ഭിന്നസംഖ്യകളിൽ അവതരിപ്പിക്കുക. അതായത് 2-നെ 2 കൊണ്ട് നമുക്ക് ഹരിക്കാം, 4-നെയും 2 കൊണ്ട് ഹരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ 2 സംഖ്യകളെയും ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കാം. ആയതിനാൽ തന്നെ നമ്മൾ 2-നെയും 4-നെയും 2 കൊണ്ട് ഹരിച്ചിട്ട് ഏറ്റവും ചെറിയ രൂപത്തിൽ ഇതിനെ എഴുതുന്നു. 2-നെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. അതുപോലെ 4-നെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2 കിട്ടും. അപ്പം 1/2. 1/2 ആണ് 1/2 കിലോഗ്രാം എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ ആൻസർ. അതായത് 1/2 ഇതാണ് 1/2 കിലോഗ്രാം. ഈ 2 എണ്ണത്തിൽ 1 എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 1/2 എന്ന് പറഞ്ഞാൽ ഏതൊരു സാധനത്തിൻ്റെയും ഏതൊരു വസ്തുവിൻ്റെയും പകുതി ഭാഗം എന്നുള്ളതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള അർത്ഥം. ഇനി നമുക്ക് പറഞ്ഞിട്ടുള്ളത് എന്താണ്? 4 കഷണങ്ങളുടെ ഭാരം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 4 കഷണങ്ങളുടെ ഭാരം കണ്ടുപിടിക്കണമെങ്കിൽ 1/4 അതായത് 1/4 1/4 കിലോഗ്രാം വീതമുള്ള മത്തങ്ങ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ചോദ്യത്തിൽ. അതുകൊണ്ട് തന്നെ അത്തരം 4 കഷണങ്ങളുടെ ഭാരം എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് കൃത്യമായിട്ടൊന്ന് നോക്കാം. 1/4 4 കഷണങ്ങളിൽ അതേപോലെയുള്ള 4 കഷണങ്ങൾ ഉണ്ട്. അതായത് 4 മത്തങ്ങയ്ക്കും ഒരേ ഭാരമാണ്. 4 മത്തങ്ങയ്ക്കും ഒരേ ഭാരമാണ്. അപ്പം 1/4 അതായത് 1/4-നെ ആവർത്തിച്ച് 4 പ്രാവശ്യം കൂട്ടുന്നതിന് പകരം നമ്മൾ എന്താണ് ആവർത്തന സങ്കലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഗുണനം. അത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പം 4 മത്തങ്ങ കഷ്ണത്തിനും 1/4 ഭാരം ആയതിനാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 1/4 ഗുണിക്കണം 4 ചെയ്യുന്നു. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ താഴെ ഒന്നുമില്ലാത്ത സ്ഥിതിക്ക് ഇവിടെ ഡിനോമിനേറ്റർ അംശവും ഛേദവും ഇവിടെ ഛേദത്തിൻ്റെ സ്ഥലത്ത് നമുക്ക് ഒന്നുമില്ല. അംശങ്ങൾ തമ്മിൽ നേരിട്ട് ഗുണിച്ചെഴുതുന്നു. 1 ഇൻറ്റു 4 4 എന്ന രീതിയിൽ എഴുതുന്നു. പിന്നെയോ 4 ഇവിടെ ഒന്നും ഇല്ലാത്തതിനാൽ 4 തന്നെ എഴുതുന്നു. ഇവിടെ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം 4/4 അതായത് 4-നെ 4 കൊണ്ട് തന്നെ ഹരിക്കുമ്പോൾ എന്താണ് ഉത്തരം കിട്ടുന്നത്? 1. 4-നെ 4 കൊണ്ട് തന്നെ ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1. അപ്പം 1 കിലോഗ്രാമാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്.
അടുത്ത ക്വസ്റ്റ്യനോ അതിൻ്റെ മറ്റൊരു സബ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, അതെന്താണ് പറയുന്നത്? 6 കഷ്ണമായാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ അടുത്ത സബ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അതായത് 1/4 കിലോഗ്രാം ഭാരമുള്ള 6 മത്തങ്ങ കഷ്ണത്തിൽ ആകെ ഭാരം എത്രയായിരിക്കും എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇത് നമ്മൾ ആവർത്തിച്ച് 1/4നെ 6 പ്രാവശ്യം കൂട്ടുന്നതിന് തുല്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 1/4 ഗുണിക്കണം 6 ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇത് ഡിനോമിനേറ്ററിൽ ചേർത്ത് എഴുതാൻ പാടില്ല, അതായത് താഴെ എടുത്ത് എഴുതാൻ പാടില്ല. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 1/4 ഗുണിക്കണം 6 എന്നാണ്. അതായത് ഒരു നോർമലായിട്ടുള്ള എണ്ണൽ സംഖ്യയാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഇത് താഴോട്ട് എടുത്ത് എഴുതാൻ ഒരിക്കലും പാടുള്ളതല്ല. ഇതിന് നേരെ, അതായത് ന്യൂമറേറ്ററിന് നേരെയാണ് അംശമായിട്ടും ഛേദം കൊണ്ടുമാണ് ഗുണിക്കേണ്ടത്. സോ നമ്മളിവിടെ ന്യൂമറേറ്ററിൽ തന്നെയാണ് 6 എഴുതുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം? 1 × 6 അങ്ങനെ തന്നെ എടുത്തെഴുതുന്നു. ഇവിടെ 6ന് താഴെ നമുക്ക് ശരിക്കും ഒന്നുമില്ലാത്തതിനാൽ അവിടെ ഒരു 1 എന്നുള്ള സങ്കല്പമാണ് ഉണ്ടാകുന്നത്. അപ്പം 4 × 1 എന്താണ്? 4. ഇവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക്